ഇന്നത്തെ വിഷയം കേനോപനിഷത്ത്. ഉപനിഷത്തുക്കൾ അറിവിൻ്റെ വറ്റാത്ത ഉറവിടങ്ങളാണ്. അനാദിയായ ജ്ഞാനം, അതാണ് ഉപനിഷത്തുക്കളിലെ പ്രതിപാദ്യ വിഷയം. 1180ഓളം ഉപനിഷത്തുക്കൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അതിൽ 108 എണ്ണമാണ് മുഖ്യം. അതിൽ തന്നെ ശങ്കരാചാര്യസ്വാമികൾ ഭാഷ്യം രചിച്ച 10 ഉപനിഷത്തുക്കളെ ദശോപനിഷത്തുക്കൾ എന്ന് പറയുന്നു. ആ ദശോപനിഷത്തുക്കളിൽ ഒന്നാണ് കേനോപനിഷത്ത്. സാമവേദ അന്തർഗതമാണ് ഈ ഉപനിഷത്ത്. ഇതിൽ 4 അധ്യായങ്ങളുണ്ട്, 34 മന്ത്രങ്ങളുമുണ്ട്. കേനേഷിതം പതതി പ്രേഷിതം മനഃ, ഇങ്ങനെയാണ് ഒന്നാമത്തെ മന്ത്രം ആരംഭിക്കുന്നത്. കേന എന്ന വാക്കോടുകൂടി. ആ വാക്ക് ചേർത്തിട്ടാണ് ഈ ഉപനിഷത്തിന് കേനോപനിഷത്ത് എന്ന പേര് കിട്ടിയത്. ഗുരു ശിഷ്യ സംവാദമാണ്. ശിഷ്യൻ ചോദിക്കുന്നു ഗുരുവിനോട്, ആരാൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ടാണ് മനസ്സ് ഈ ലോകത്തെ വിഷയങ്ങളുടെ പിന്നാലെ ഇങ്ങനെ പായുന്നത്? ആരാണ് പ്രാണനെ എല്ലാ വ്യാപാരങ്ങളിലും നിയമിക്കുന്നത്? ആരാൽ നിയോഗിക്കപ്പെട്ടിട്ടാണ് വാക്കുകൾ പുറത്തേക്ക് വരുന്നത്? ഏത് ദേവനാണ് കണ്ണിനെയും ചെവിയെയും രൂപത്തിലും ശബ്ദത്തിലും കൊണ്ടുചെന്നെത്തിക്കുന്നത്? ശിഷ്യൻ്റെ സംശയങ്ങൾക്ക് ഗുരു മറുപടി പറയും. ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും എല്ലാം ജഡം. ജഡവസ്തുക്കൾക്ക് ഒരിക്കലും തന്നെ ഒന്നും ചെയ്യാനാവില്ല. അതിനെ പ്രവർത്തിപ്പിക്കാൻ ഒരു ശക്തി വേണം. അതാണ് സർവേശ്വരൻ, അതാണ് ചൈതന്യം, അതാണ് ബ്രഹ്മം. അതിൻ്റെ സന്നിധിയിൽ മാത്രമേ ഈ പ്രപഞ്ചം പ്രവർത്തിക്കുകയുള്ളൂ. സമസ്ത വസ്തുക്കളുടെയും നിലനിൽപ്പിന് ആധാരമായിട്ടുള്ളത് ഈ തത്വമാണ്, സർവീശ്വരനാണ്. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും പ്രവർത്തിപ്പിക്കുന്നത് സർവീശ്വരനാണെങ്കിലും ഇന്ദ്രിയങ്ങൾ കൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ആ ഈശ്വരനെ, ആ ബോധസത്തയെ അറിയാനാവില്ല. യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. വാക്കും മനസ്സും എവിടെ ചെന്ന് മടങ്ങി വരുന്നുവോ അവിടെയാണ് ഈശ്വരൻ, അവിടെയാണ് ബ്രഹ്മം, അവിടെയാണ് ബോധം. മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്ന കാര്യങ്ങളെ മാത്രമേ നമുക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാനാകൂ. മനസ്സുകൊണ്ട് സങ്കല്പിക്കാൻ കഴിയാത്ത ആ ബോധസത്തയെ എങ്ങനെയാണ് നമ്മൾ വാക്കുകളിലൂടെ പ്രകടമാക്കുന്നത്? ഞാൻ അതിനെ അറിഞ്ഞു എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർ പൂർണ്ണമായിട്ടും അറിഞ്ഞിട്ടില്ല. വീണ്ടും വീണ്ടും ആത്മവിചാരം ചെയ്യേണ്ടിയിരിക്കുന്നു. ബ്രഹ്മത്തിൻ്റെ അല്ലെങ്കിൽ ചൈതന്യത്തിൻ്റെ, ബോധസ്വരൂപൻ്റെ, ആത്മസത്തയുടെ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രകടിപ്പിക്കാൻ കഴിയാത്ത ആ അവസ്ഥയെ ഭംഗിയായിട്ട് വിവരിക്കുന്ന ഒരു കഥ കേനോപനിഷത്തിലുണ്ട്. 3-4 അധ്യായങ്ങളിലാണ് ആ കഥ. ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും തമ്മിലൊരു യുദ്ധമുണ്ടായി. അതിൽ ദേവന്മാർ ജയിച്ചു. ദേവന്മാർ കരുതി അവരുടെ സാമർഥ്യം കൊണ്ടാണ് അവർ ജയിച്ചത് എന്ന്. വാസ്തവത്തിൽ ജയം സർവേശ്വരൻ്റേതാണ്, ബ്രഹ്മത്തിൻ്റേതാണ്. ഇത് ദേവന്മാരെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം എന്ന് കരുതി ബ്രഹ്മം തന്നെ ഒരു യക്ഷരൂപം കൈക്കൊണ്ട് ദേവന്മാരുടെ മുന്നിലെത്തും. ദേവന്മാർക്കിത് ആരാണെന്ന് മനസ്സിലായില്ല. അവരിൽ ശ്രേഷ്ഠനായിട്ടുള്ള അഗ്നിദേവനോട് പറയും, ഹേ അഗ്നിദേവ, ഒന്ന് പോയി അറിഞ്ഞു വരൂ ആ രൂപം ആരാണെന്ന്. അഗ്നിദേവൻ ആ രൂപത്തെ സമീപിച്ചു. നീ ആരാണ്? ആ രൂപം ചോദിച്ചു അഗ്നിയോട്. ഞാൻ അഗ്നിയാണ്, നിന്നിൽ എന്ത് സാമർഥ്യമാണുള്ളത് എന്ന് ചോദിക്കും. ഈ ഭൂലോകത്തെ സർവ്വ വസ്തുക്കളെയും ദഹിപ്പിക്കുവാനുള്ള സാമർഥ്യം എന്നിലുണ്ട് എന്ന് അഗ്നി പറയും. അപ്പോൾ ഈ അത്ഭുത രൂപം ഒരു പുൽക്കൊടിയെടുത്ത് മുന്നിലിട്ട് കൊടുക്കും. എന്നാൽ ഇതിനെ ഒന്ന് ദഹിപ്പിക്കൂ. എത്ര ശ്രമിച്ചിട്ടും അഗ്നിദേവന് ആ
യക്ഷരൂപം എടുത്തു കൊടുത്ത പുൽക്കൊടിയെ ദഹിപ്പിക്കാൻ കഴിഞ്ഞില്ല. പരാജയപ്പെട്ട് പിൻവാങ്ങി. അഗ്നി പരാജയപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ദേവന്മാർ വായുദേവനെ പറഞ്ഞയച്ചു, ഒന്ന് പോയി അറിഞ്ഞു വരണം ആ അത്ഭുത രൂപം എന്താണ് എന്ന്. അവിടെ ചെന്ന് ഇതേ ചോദ്യം ആവർത്തിച്ചു, നീ ആരാണ്? വായു പറയും, ഞാൻ വായുവാണ്. എന്താ നിന്നിലുള്ള സാമർഥ്യം എന്ന് ചോദിക്കും ആ യക്ഷൻ വായുവിനോട്. ഈ ഭൂമിയിലെ സമസ്ത വസ്തുക്കളെയും കുലുക്കാൻ എനിക്ക് കഴിയും എന്ന് പറയും. ഇതേപോലെ ഒരു പുൽക്കൊടി എടുത്ത് മുന്നിൽ വയ്ക്കും, ഇതിനൊന്ന് കുലുക്കൂ. എത്ര ശ്രമിച്ചിട്ടും വായു ഭഗവാന് ഈ പുൽക്കൊടിയെ കുലുക്കാൻ കഴിഞ്ഞില്ല. രണ്ടുപേരും പരാജയപ്പെട്ട് പിൻവാങ്ങി. അപ്പോൾ ദേവന്മാർക്ക് ഇതാരാണെന്ന് അറിയണം എന്ന ആഗ്രഹം പ്രബലമായി. അവർ ദേവേന്ദ്രനെ സമീപിച്ചു, ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ദേവേന്ദ്രൻ തന്നെ ഇതാരാണെന്ന് അറിയാനായിട്ട് പുറപ്പെട്ടു. പക്ഷെ ദേവേന്ദ്രൻ അവിടെ എത്തിയപ്പോൾ ആ രൂപം പെട്ടെന്ന് മറഞ്ഞു. പകരം ആ സ്ഥാനത്ത് ബ്രഹ്മവിദ്യാസ്വരൂപിണിയായ ഉമ ഹൈമവതി പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഇന്ദ്രന് ബ്രഹ്മവിദ്യ ഉപദേശിച്ചു. ദേവി പറയും, വിജയിച്ചു എന്ന അഹങ്കാരമുണ്ട് നിങ്ങൾക്ക്. വിജയിച്ചത് നിങ്ങളല്ല, ഈശ്വരൻ്റെ ജയമാണത്. നിങ്ങൾ വെറും നിമിത്തം മാത്രമാണ് ഇക്കാര്യത്തിൽ. ഭഗവത്ഗീതയിൽ വിശ്വരൂപ ദർശന യോഗത്തിൽ ഭഗവാൻ അർജുനനോട് പറയും, മയാഹത അർജുന, നിന്റെ ശത്രുക്കളെല്ലാം ഞാൻ കൊന്നു കഴിഞ്ഞു. നിമിത്തമാത്രം ഭവ സവ്യസാചിൻ, നീ വെറും ഒരു നിമിത്തം മാത്രമായിട്ടിരിക്കൂ. ഇവിടെ ബ്രഹ്മസ്വരൂപിണിയായിട്ടുള്ള ഉമ ഹൈമവതി ഇത് തന്നെയാണ് പറയുന്നത്. ഈ ബ്രഹ്മവിദ്യ ഉപദേശിച്ചു കഴിഞ്ഞ് ദേവി മറഞ്ഞു. വായുവും അഗ്നിയും അഹങ്കാരികളായിരുന്നു. അഹങ്കാരമുള്ളിടത്ത് വിദ്യ ഉണ്ടാവില്ല. അഹങ്കാരമാണ് അജ്ഞാനത്തിൻ്റെ കാതൽ. അഹങ്കാരം ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും സ്വന്തം ധർമ്മം പോലും അനുഷ്ഠിക്കാൻ കഴിഞ്ഞില്ല. ഇന്ദ്രന് അഹങ്കാരം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇന്ദ്രൻ അഭിമാനിയായിരുന്നു. അതുകൊണ്ട് ഇന്ദ്രന് ആ രൂപത്തെ കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ വിനയാന്വിതനായി അവിടെ നിന്നതുകൊണ്ട് വിദ്യാസ്വരൂപിണിയായിട്ടുള്ള ദേവി പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മം അനാദിയാണ്, നിരാകാരമാണ്, നിർഗുണമാണ്. സാധാരണക്കാർക്ക് ബുദ്ധി കൊണ്ട് അപ്രാപ്യമായൊരു വസ്തുവാണ് എന്ന് തോന്നാം. അതുകൊണ്ട് ഉപനിഷത്ത് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള കർമാനുഷ്ഠാനങ്ങളും ഉപാസനകളും എല്ലാം വിസ്തരിച്ച് പറയുന്നുണ്ട്. സദാചാര മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്നവർക്കാണ് ആധ്യാത്മികമായ പുരോഗതി ഉണ്ടാവുക. അതുകൊണ്ട് ഇന്ദ്രിയ നിഗ്രഹം, മനോനിഗ്രഹം, ശാസ്ത്രപഠനം, സത്യനിഷ്ഠ, നിഷ്കാമമായിട്ട് കർമ്മം അനുഷ്ഠിക്കാനുള്ളൊരു മനസ്സ്, ഇതിനെക്കുറിച്ചെല്ലാം വിസ്തരിച്ച് പറഞ്ഞുകൊണ്ടാണ് ഉപനിഷത്ത് ഋഷി ഈ ഉപനിഷത്ത് ഉപസംഹരിക്കുന്നത്. ഈ മൂല്യങ്ങൾ നമ്മുടെ ഭൗതിക ജീവിതത്തിലും ആധ്യാത്മിക ജീവിതത്തിലും നേട്ടങ്ങൾ കൈവരിക്കാൻ നമ്മളെ സഹായിക്കും. ഇതാവട്ടെ ഇന്നത്തെ ചിന്താവിഷയം. ഇതോടെ ആത്മീയ കഥകളുടെ ഈ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. എല്ലാവർക്കും ശുഭദിന ആശംസകൾ.